ഞാൻ ലാസ്റ്റ് നാട്ടിൽ വന്നപ്പം വീട്ടില് ഉപ്പ് തീർന്നു പോയി. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് അടുത്തുള്ള ഷോപ്പിൽ പോയപ്പം 2-3 ഓപ്ഷൻസ് കണ്ടു. 22, 23, 24 പരിപാടികൾ. ഞാൻ 20 എടുത്തു, കാരണം അത് സോൾട്ട് ആണ്. അതേ രീതിയിൽ ഒരു പെർഫ്യൂം പർച്ചേസ് ചെയ്യാന്നുള്ള രീതിയിൽ പോയപ്പം ഐ ഡിഡ് മൈൻഡ് സ്പെൻഡിങ് 500-600 മോർ. എനിക്ക് ആ സ്മെല്ല് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ എടുത്തു. ഇത് ഞാൻ MBA പഠിച്ച ഒരു കോൺസെപ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ലെസൺ 3 ഫ്രം മൈ MBA ജേർണി. ഈ ഒരു സാധനം കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ സോൾട്ട് ചീപ്പസ്റ്റും അതേ രീതിയിൽ നമ്മളിപ്പോൾ പെർഫ്യൂം ഡിയോഡറൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ എക്സ്പെൻസീവ് കാറ്റഗറിയിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നത്? ഇതിന് ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുമ്പോഴും 3 ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, യൂട്ടിലിറ്റി ഫംഗ്ഷൻ. നമ്മളൊരു സോൾട്ട് വാങ്ങുന്ന അതിന് എന്താണ്, ഉപ്പിന്റെ ഒരു ഫ്ലേവർ തരും. നമ്മളൊരു പെന്ന് വാങ്ങുന്ന അതിന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ അതിൽ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇൻ നോർമൽ സിനാരിയോ നമ്മൾ സോൾട്ട് എന്തിനാണ്, സോൾട്ട് അതിന്റെ പർപ്പസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, we are satisfied, we are buying that. രണ്ടാമതാണ് ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ. ദിസ് ഈസ് വേർ സെൽഫ് എസ്റ്റീം എൻറ്റേഴ്സ് വിൽ പ്ലേ. നമ്മളൊരു ഡിയോഡറന്റ് അല്ലെങ്കിൽ പെർഫ്യൂം, മൗത്ത് വാഷ്, സ്കിൻ കെയർ ഒക്കെ വാങ്ങിക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഉള്ളിൽ തന്നെ നമ്മൾ ബാഡ് ആയിട്ട് ആൾക്കാർക്ക് പെർസീവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ബാഡ് ആയിട്ട് സ്മെല്ല് ആവരുത് എന്നുള്ളതിനെ കൊണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ ബ്രാൻഡ്സ് എല്ലാം എന്താണ്, ഒരു പ്രൊട്ടക്ഷൻ ആണ്, നോട്ട് കൈൻഡ് ഓഫ് എ പെർഫോമൻസ്. നമ്മളത് ആ പ്രൊട്ടക്ഷൻ വാങ്ങിക്കണം എന്തിനാണ്, നമ്മളെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. മൂന്നാമതാണ് വാല്യൂ എക്സ്പ്രസീവ് ഫംഗ്ഷൻ. ദിസ് ഈസ് വേർ ഐഡന്റിറ്റി കംസ് ടു പ്ലേ. ഞാനൊരു ലോഗോ ഹെവി ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ, ഞാനൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാനൊരു സോഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടി വെക്കുന്നുണ്ട്. മാർക്കറ്റിംഗിൽ ഈ കോൺസെപ്റ്റ് നമ്മൾ അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു കസ്റ്റമർ നമ്മളടുത്ത് നിന്ന് എന്തുകൊണ്ടാണ് വാങ്ങിക്കുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള പ്രൈസും നമ്മൾക്ക് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള പൊസിഷനിങ്ങും ആൾക്കാരിലേക്ക് ഇത് എങ്ങനെ എത്തണം എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. സേ ദിസ് റീൽ ആൻഡ് ഫോളോ ഫോർ മോർ സച്ച് വീഡിയോസ്.